അപ്പോഴെല്ലാം എന്റെ മനസ്സിൽ ചെറിയൊരു കുറ്റബോധമുണ്ടായിരുന്നു. ഗന്ധർവനെ നേരിട്ട് കാണാൻ നീ ആഗ്രഹിക്കുമ്പോഴും മുന്നിൽ വരാതെ ഞാൻ നിന്നെ വിഷമിപ്പിക്കുകയാണല്ലോ എന്നോർത്തു. നിന്റെ സങ്കടം തീർത്തു തരാൻ വേണ്ടിയാ നീ വെള്ള ഹാഫ് സാരി ഉടുത്ത് കമ്പനിയിൽ വന്ന ദിവസം ഞാൻ വെള്ള ഷർട്ട് ഇട്ട് കമ്പനിയിൽ വന്നത്. മറ്റു പലരും വെള്ള ഷർട്ടിട്ട് വന്നതോടുകൂടി നീ കൺഫ്യൂഷനിലുമായി. ഈ സത്യമൊന്നും അന്ന് എനിക്ക് തുറന്നു പറയാനും കഴിഞ്ഞിരുന്നില്ല. ഞാനാണ് ഗന്ധർവനെന്ന് നിനക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ പൊക്കോളൂ പാർവതി. എന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ഞാൻ ഈ പറഞ്ഞതെല്ലാം ഒന്ന് ഓർത്തു നോക്ക്. അപ്പൊ എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം നിനക്ക് മനസ്സിലാവും. ഞാൻ ഇത്ര നാൾ തേടി നടന്ന ഗന്ധർവൻ നന്ദൻ തന്നെയാണെന്ന് നിന്റെ മനസ്സ് പറയും. അപ്പൊ നീ എന്നെ സ്നേഹിച്ചു തുടങ്ങും. നീ എന്റെ അടുത്ത് വരും. അതുവരെ ഈ ഗന്ധർവൻ പാറുവിന് വേണ്ടി കാത്തു നിൽക്കും. പോയിക്കോളൂ. നന്ദ, നീ ഇത് എവിടെയായിരുന്നു? ആരും കാണാതെ പാർവതിയെ വാച്ച് ചെയ്യാനല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? അവള് പോയി. പോയോ? പാർവതി പോയോ? പോയി. ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അവളെ കാണാനേ അവളുടെ ഗന്ധർവൻ വന്നിരുന്നോ? നന്ദ, ചോദിച്ചത് കേട്ടില്ലേ? പാർവതിയെ കാണാൻ അവളുടെ ഗന്ധർവൻ വന്നിരുന്നോന്ന്. വന്നിരുന്നു. എന്നിട്ട് നേരെ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഞാനാണ് നിന്റെ ഗന്ധർവനെന്ന് അവളോട് പറയുകയും ചെയ്തു. കുറച്ചു സമയം രണ്ടുപേരും എന്തൊക്കെയോ സംസാരിച്ചു. പിന്നെ അയാള് അവളെയും കൂട്ടി അങ്ങ് പോയി. അയാളെ കാണാൻ എങ്ങനെയാ? നിന്നോട് അവരുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നില്ലേ? എവിടെ അവരുടെ വീഡിയോ കാണിക്കേ? വീഡിയോ എടുത്തില്ല. വീഡിയോ എടുത്തില്ലേ? വീഡിയോ എടുക്കാൻ വേണ്ടിയില്ലേ നിന്നെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? എന്റെ മുക്താം, ഗന്ധർവൻ വന്നിരുന്നു ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതാ. അങ്ങനെ ഒരു എഴുത്തെഴുതിയത് അവൻ മറന്നു കാണും. അവിടെ വിളക്ക് കൊളുത്തതിന് ശേഷം അവള് കുറെ സമയം നിങ്ങളെ വെയിറ്റ് ചെയ്തു. ഗന്ധർവനും വന്നില്ല, നിങ്ങളും വന്നില്ല. ക്ഷമ നശിച്ചിട്ട് അവൾ അവളുടെ പാട്ടിന് പോവുകയും ചെയ്തു. ഞാനും പോകാൻ ഇറങ്ങിയതാ. നീ 2 മിനിറ്റോടെ വൈകിയിരുന്നെങ്കിൽ നിനക്ക് എന്നെ കാണാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്നേനെ. ഞാൻ എന്തൊക്കെ കണക്ക് കൂട്ടിയതാ, ഒക്കെ ചീറ്റിപ്പോയി. തലവേദന അഭിനയിച്ചതും ഇത്രയും ദൂരം മെനക്കെട്ട് വന്നതും ഒക്കെ വെറുതെയായി. അടുത്ത വഴി ആലോചിക്ക്. ഉറക്കം ഒഴിഞ്ഞിരുന്ന് ആലോചിക്ക്. ഞാൻ പോവാ. മുക്ത, അവളിവിടെങ്ങും ഇല്ല. തിരിച്ചു പോയിട്ടുണ്ടാവും. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. നോട്ട് റീച്ചബിളാ പറയുന്നത്. അവളുടെ ഫോണിന് എന്തെങ്കിലും കംപ്ലൈന്റ് കാണും. പാർവതിയെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ വരാൻ വൈകിയില്ലേ, അതും ഞാൻ കാരണം. നാളെ ഞാൻ അവളോട് സോറി പറഞ്ഞോളാം. കൈലാഷ് വാ. കിട്ടുന്നില്ലല്ലോ. പാറുവിനെ ഫോണിൽ കിട്ടുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് അവളൊന്ന് കാണാൻ കഴിഞ്ഞില്ല. വീണ്ടും പറ്റിച്ചതിന്റെ ദേഷ്യം ഉണ്ടാവും. ഇനി എന്തായാലും അവള് വരില്ല. എല്ലാ സത്യവും അവളെ അറിയിക്കാൻ എന്താ ഒരു വഴി?